ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ബന്ധത്തിന് എന്തുമാത്രം പ്രാധാന്യമാണ് നൽകുന്നത്, ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. നോക്കാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനാണ്, ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോയിരുന്ന ഒരു കണക്ഷനാണ്. പാടെ തകിടം മറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥ വന്നതിന് പിന്നിൽ താനാണെന്നുള്ള ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം നല്ല രീതിയിൽ പോയിരുന്ന കണക്ഷനാണ്, ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു കണക്ഷനായിരുന്നു നിങ്ങളുടെ കണക്ഷൻ. അത്രത്തോളം സ്നേഹവും ഫീലിങ്സും ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു ചതി നടന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ എന്തോ ഒരു സിറ്റുവേഷൻ വന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു ചീറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന കണക്ഷനാണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കണക്ഷനാണ്. എന്നിട്ടും ഇതൊരു ബാലൻസിലേക്ക് വരാതെ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇന്ന് ഇത് ഈ ഒരു നിലയിലെത്തുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ ഈ ഒരു ലെവലിലോട്ട് എത്തുമെന്ന് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നും അത് നിങ്ങളുടെ വ്യക്തി വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അത് ഓർക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം, ഫീലിങ്സ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നമുക്ക് കാണാം, ആ ടവറിൻ്റെ മുകളിൽ വന്നിരിക്കുന്നതാണ് 10 ഓഫ് ഷോട്ട്സിൻ്റെ എനർജി. അത്രത്തോളം മാനസിക വിഷമം, പിരിമുറുക്കൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർ. ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ, അല്ലെങ്കിൽ താൻ കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്നതോർത്തിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണുള്ളത്. അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇനി എന്താണ് മുന്നോട്ട്, അല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്. കാരണം അവർക്ക് നിങ്ങളെ ഓർക്കുന്ന സമയത്തും നിങ്ങളോടൊപ്പം ഉള്ള ഒരു സമയം എന്ന് പറയുന്നത് അത്രത്തോളം ഫീലിങ്സ് ഉണ്ടായിരുന്നു, അത്രത്തോളം നല്ല രീതിയിൽ ഇത് പോയിരുന്ന ഒരു കണക്ഷനായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷനായിരുന്നു. ആ ഒരു ഡിവൈൻ കണക്ഷനാണെന്ന് പോലും നിങ്ങളുടെ വ്യക്തി ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്ന ഒരു ഭാഗ്യമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തെയാണ് ഞാൻ ഇല്ലാണ്ടാക്കിയത്. കാരണം ഇവിടെ സണ്ണിൻ്റെ മുകളിൽ വന്നിരിക്കുന്നതാണ് ആ ഒരു 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി. അതായത് ഭാഗ്യത്തെ അവരായിട്ട് തന്നെ ഇല്ലാണ്ടാക്കി, തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള ഒരു ഫീലാണ് കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആകെ സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. അവർ ഈ ഒരു സമയത്ത് ഒരുപാട് എഫേർട്ട് എടുക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷന് ഒന്നുകൂടി ഒരു സ്റ്റാർട്ട് വേണം, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് വേണം, ഒരു റിയൂണിയൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അവരിപ്പോൾ ഈ ഒരു സമയം നോക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തു നോക്കാം, അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. ഇവിടെ ഫാമിലി നല്ല രീതിയിൽ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഇവിടെ നമുക്ക് കാർഡ്സ് പ്രകാരം നമുക്ക് കാണുന്നത് 5 കാർഡ്സാണ് നമുക്ക് താഴെ വീണിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും വ്യക്തിക്ക് കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉള്ളതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
പക്ഷേ ഈ വ്യക്തിക്ക് അത് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത് ഈ വ്യക്തിയുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ്. ഏതോ ഒരു വ്യക്തിക്ക് ഈ വ്യക്തി ഒരു പ്രാധാന്യം കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഏതോ ഒരു വ്യക്തിയുമായിട്ട് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ ഇടപെട്ടതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. കൂടുതലും ഫിനാൻസിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫിനാൻസ് വാങ്ങിച്ചത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായ കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് കൊണ്ടായിരിക്കാം. ഒന്നെങ്കിൽ ഈ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ ഫിനാൻസ് ഇടപാടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഫിനാൻസ് സംബന്ധമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഇതൊരു വേർപെട്ട് പോയത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് മുഖം തരാതെ നിൽക്കുന്നതാവാം. എങ്ങനെയായാലും ശക്തമായ തേർഡ് പാർട്ടിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു ഭയം ഒക്കെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭയം ഉണ്ട്. പിന്നെ ഒന്ന്, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഒന്നും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല നിങ്ങളുടെ വ്യക്തി. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതുകൊണ്ടുള്ള ഒരു മാറി നിൽക്കലായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സെപ്പം പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. കാരണം എപ്പം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. പക്ഷെ അവർക്ക് എന്തൊക്കെയോ ഇടയ്ക്ക് ഒരു ഭയം കയറി വരുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഭയക്കുന്നതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടും ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ പെട്ടിരിക്കുന്നത് കൊണ്ടും ആ ഒരു ഭയം ഈ വ്യക്തിൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു ഭയമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വേറെയും ചിലരുടെ ഇടപെടലൊക്കെ ഉണ്ട്, വേറെയും ചില ആൾക്കാരുടെ എനർജിയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു കണക്ഷനായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഇടപെടൽ കൊണ്ടും നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് മാറി നിന്നേക്കാം. എങ്ങനെയായാലും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് കണ്ണ് കെട്ടിയ പോലെ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആകെ സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. പക്ഷേ മനസ്സെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, എല്ലാം ഒന്ന് ശരിയായി കിട്ടണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സിറ്റുവേഷനിൽ ഫുൾ പ്രശ്നത്തിൽ കിടക്കുകയാണ്. ശരിക്കും ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കൂടുതലും നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് കാണാം ആ ഒരു ഫുൾ എനർജി. അതുപോലെ ഇത് എംബ്രറാണ്, അതായത് ഈ വ്യക്തി ചിലപ്പോൾ ഉള്ളു തുറന്ന് നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടാവില്ല, സ്നേഹം ഉണ്ടായിട്ടും അത് കാണിക്കുന്നുണ്ടാവില്ല, പലതും നിങ്ങളടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഏജ് കുറവായിരിക്കാം, പക്ഷെ ആ ഒരു പക്വത ഇയാൾ കാണിക്കുന്നുണ്ടാവും. കുറച്ച് ഏജ് കൂടിയ ഒരു ഇതായിരിക്കാം, നേച്ചറായിരിക്കാം ഇയാളുടെ പെരുമാറ്റത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു 25 മുകളിൽ പ്രായം നിങ്ങളുടെ വ്യക്തിക്ക് വരും എന്ന് കാണുന്നുണ്ട് ഇതിൽ. കാരണം അതുപോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എങ്ങനെയായാലും ഈ വ്യക്തി അങ്ങനെ എന്താ പറയുക, ഈ സമയത്ത് നിങ്ങളുടെ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്തും അങ്ങനെ പെട്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒട്ടും സ്നേഹമില്ല എന്ന്. പക്ഷെ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, നല്ല രീതിയിൽ പോകണം എന്ന് പറഞ്ഞ ഒരു കണക്ഷനായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു കണക്ഷനായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരണം എന്നൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ പ്രശ്നം ഒതുക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് കാണാം ഈ വ്യക്തി ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഇടപാടുള്ളത് കൊണ്ടും നിങ്ങളെപ്പോലും ഒരു സമയത്ത് കൈയൊഴിഞ്ഞതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഭവിഷ്യത്തായിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നത്. കാരണം ഒരു സമയത്ത് നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങൾക്ക് പ്രാധാന്യം തന്നിരുന്നില്ല, തീർത്തും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വേണ്ട ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു പരിഗണന അതൊന്നും തരാതെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കാം ഈ വ്യക്തി ഇന്നിങ്ങനെ ഒരു അനുഭവം അനുഭവിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു വേദന സിറ്റുവേഷനൊക്കെ ഇവിടെ കാണുന്നുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി അത്രത്തോളം ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട്, അത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവർക്ക് തന്നെ അറിയുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ ആലോചിക്കുകയാണ്, പക്ഷെ അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു മനസ്സ് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. എന്തായാലും ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം, ഇതാർക്കൊക്കെ കണക്റ്റ് ആവും എന്നറിയാനായിട്ട്. ലെറ്റർ യു ആണ്, ഗൾഫ് രാജ്യം. ലെറ്റർ കെ, ലെറ്റർ ക്യൂ, ചിത്തിര, കാസർഗോഡ്, പൂരുരുട്ടാതി, കോട്ടയം, ലോങ് ഹെയർ,
ലെറ്റർ വൈ, ലെറ്റർ ഡി ആണ്, ഡി. അശ്വതി എക്സ് ആണ്, ലെറ്റർ എക്സ് ആണ് വരുന്നത്. ബ്ലൂ ബട്ടർഫ്ലൈസിന് നിങ്ങൾ കാണുന്നുണ്ടാകാം. അത്തം നക്ഷത്രം, ഇടുക്കി, 50. സ്റ്റുഡൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. എച്ച്, ലെറ്റർ എച്ച് ആണ്. പർപ്പിൾ കളർ. ലെറ്റർ വി ആണ്, എൻ ആണ്, 7, 22, 5, 47, 32, 44, 23, 20, 40, 41, 25. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിൻ്റെ ഡേറ്റ്, അങ്ങനെ എന്തോ ആവാം. പക്ഷേ ഈ ഒരു ക്ലോസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഇതിലേക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്